ഹലോ, അമ്മ മേക്ക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ച് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ബീഫ് കൂടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഇത് പൊരിക്കാൻ ആവശ്യമുള്ള ഓയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതെന്താണ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തുനിന്ന് 2 പീസ് ബ്രെഡ് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ബ്രെഡ് ഞാനിവിടെ 2 പീസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബീഫും കൂടി ഞാനൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോണേ കേട്ടോ. ഒരു ബൗളിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. ബാക്കി 2 പീസ് ബ്രെഡ് ഞാൻ ഈ വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ കേട്ടോ. നമുക്ക് ഈ ബീഫിലേക്ക് ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബീഫും ബ്രെഡും ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്, കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഒരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ടൊന്ന് നല്ലോണം അടിച്ചെടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്കൊരു ചെറിയ പീസ് പോലെ ആക്കിയിട്ട് നമുക്കൊരു ചെറിയ കട്ട്ലേറ്റിൻ്റെ വലിപ്പം പോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ പരത്താട്ടോ. കറക്റ്റായിട്ട് ഷേപ്പിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റിന് മുക്കണ പോലെ നമുക്ക് മുക്കി ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മുട്ട ഞാൻ പറഞ്ഞല്ല ഉപ്പ് ചേർത്ത് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് പിള്ളേർക്കൊക്കെ പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ പിള്ളേർക്ക് റെഡിയാക്കാം. നമ്മൾ വീട്ടിൽ വേവിക്കുന്ന ഇറച്ചി ആയാലും മതി, നമുക്ക് പിള്ളേർക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാം. എല്ലാം നല്ലോണം മൂത്ത് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുസ്ലിംസിൻ്റെ നോമ്പ് മാസമല്ലേ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്.